മിഷയും അടുത്ത കൂട്ടുകാരാണ്. അവരുടെ പള്ളിയിൽ ഫീസ്റ്റ് ആഘോഷം നടക്കുകയാണ്. അവരെ പള്ളിയിൽ കൊണ്ടുപോകാനായി അങ്കിൾ ഫ്രാൻസിസ് എത്തുന്നു. ഹായ് തോമസ്, നീന. അങ്കിൾ എത്തിയോ? അങ്കിൾ, നമുക്ക് നേരെ പള്ളിയിൽ പോയാലോ? നോ, വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയി നമുക്ക് ചർച്ചിൽ പോകാം. ദാറ്റ്സ് ഗുഡ്. എന്താ അങ്കിൾ, നമ്മുടെ ചർച്ചിൽ സെന്റ് ബർത്തലോമിയുടെ ഫീസ്റ്റ് ആണെന്ന് പറയുന്നത്? ഹൂ ഈസ് സെന്റ് ബർത്തലോമിയോ? സെയിന്റ് ബർത്തലോമിയോ, നഥാനിയൽ എന്ന് വിളിക്കപ്പെടുന്ന സെയിന്റ് ബർത്തലോമിയോ. യേശുവിന്റെ ശിഷ്യനായ ബർത്തലോമിയോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയൽ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് ബർത്തലോമിയ മിശിഹായെ വളരെ കാലമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്നിരുന്നാലും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വേദഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയിരുന്നു. ഹേയ് കൂട്ടുകാരാ, നീ എവിടെയായിരുന്നു? ഒരു നല്ല വാർത്ത പറയുവാനുണ്ട്. നല്ല വാർത്ത പറയൂ എന്റെ കൂട്ടുകാരാ ഫിലിപ്പ്. ഞാൻ അവനെ കണ്ടു. വളരെ കാലമായി നാം അന്വേഷിക്കുന്നവനെ. മിശിഹായെയാണോ? അതെ, പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അദ്ദേഹം നസറത്തിൽ നിന്നുള്ള ജോസഫിന്റെ മകൻ ഈശോയാണ്. നസറത്ത്, അവിടെ നിന്നും എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ? വരൂ, നമുക്ക് പോയി നോക്കാം. എന്റെ അയൽവാസി രോഗബാധിതനായി മരണക്കിടക്കയിലാണ്. വൈദ്യനെ വിളിക്കണം. അതുവഴി നമുക്ക് മിശിഹായെ കാണാം. ഇതിന്റെ ആവശ്യമില്ല. അരുത്, അങ്ങേക്ക് നിത്യവൃത്തി കഴിയണ്ടേ? ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ, ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പക്ഷേ അങ്ങേക്ക് എങ്ങനെ എന്നെ അറിയാം? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും. താൻ കാത്തിരുന്ന മിശായെക്കുറിച്ചുള്ള അറിവ് വേദഗ്രന്ഥ ക്ലാസ്സുകളിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടായിരുന്ന ഉൾക്കാഴ്ച ഈശോയ്ക്കുമുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ബർത്തലോമിയയ്ക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും. ഇത്രേ ഉള്ളൂ, എല്ലാം തീർന്നു. ഞാൻ എന്റെ പഴയ ജോലിക്ക് തന്നെ പോകുക. ഇപ്പൊ എവിടെ ഗുരു? എല്ലാം വെറുതെയായി. എന്തൊക്കെയായിരുന്നു മരണം, മൂന്നാം ദിനം ഉത്ഥാനം. ഞങ്ങളും നിന്നോടൊപ്പം വരുന്നു. നിങ്ങൾക്ക് റബ്ബി, ജീവിക്കുന്ന ദൈവപുത്ര. ഇത് ഇന്ത്യ. കുലസത്യങ്ങളിലും പരദേവതകളിലും പ്രകൃതി ദൈവങ്ങളിലും അടിയുറച്ച് ഗോത്രമൂപ്പന്മാർ ജനങ്ങളെ വഴി നടത്തുന്ന കർണാടകയിലെ കല്യാൺപൂർ എന്ന ഇടം. പ്രിയ ഭക്തരെ, യാത്രേത്ത് ക്ഷേത്രത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ ദീനവും വ്യാധിയും സുഖപ്പെടും. ഹേ ശ്രേഷ്ഠരെ, നിങ്ങൾ എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ മിഥ്യ പുരാണങ്ങൾ. പ്രിയ ജനങ്ങളെ, നിങ്ങൾ നസ്രായനായ ഈശോയെ കുറിച്ച് അറിയുവൻ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ തീറ്റിപ്പോറ്റിയ ഗലീലിയൻ. ഗർജിച്ചുയർന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ. അന്ധന്മാരെ ചെകിടന്മാരെ സുഖപ്പെടുത്തിയ ദൈവപുത്രൻ. അറിയുവൻ അവന്റെ സ്നേഹത്തെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയുവൻ, ഏകസത്യ ദൈവത്തെക്കുറിച്ച്. അവൻ നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങളുടെ രോഗങ്ങൾ തൂത്തറിയപ്പെടും. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിലേറി രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്ത
ഇന്നും ജീവിക്കുന്നവനായ കർത്താവീശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. സ്തോത്രം. ഗുരു, ഇവിടുത്തെ രാജാവ് പാൽമിയസിന്റെ മകൾ മരണശയ്യയിലാണ്. അങ്ങൊന്ന് വന്നാലും. മകളെ, ജീവിക്കുന്ന ദൈവമായ ഈശോയുടെ നാമത്തിൽ നീ ശക്തി പ്രാപിക്കുവിൻ. ആരിവിടെ എല്ലാ വിഗ്രഹങ്ങളും കൊണ്ടുവന്ന് തച്ചുടയ്ക്കുവേ. ഇന്നു മുതൽ എനിക്കും എന്റെ ജനത്തിനും ഈശോ മാത്രമാണ് ഏകരക്ഷകൻ. മഹാജ്ഞാനി, അങ്ങ് ഞങ്ങളോടൊപ്പം കുറച്ചു നാൾ തങ്ങിയാലും. അത് സാധ്യമാവില്ല രാജാവേ. ഞാൻ യാത്രയാകുകയാണ്. കല്യാൺപൂരിൽ നിന്നും ഗോവ വഴി മഹാരാഷ്ട്രയിലെ കല്യാണിലെത്തണം. Undramuja mama, aniyaw Santa Tuca. Undramuja mama, aniyaw Santa Tuca. Animadori chapila lagi selu mandinaka. Animadori chapila lagi selu mandinaka. Undir mama ailo, ani pachi ponali pulo. Undir mama ailo, ani pachi ponali pulo. Animadori chapila nataka yaka kasanailo. Animadori chapila nataka yaka kasanailo. Ya ya maya ya, ya ya maya ya, ya ya maya ya, ya ya maya ya. हाय कोली सोरील्या डोली मुंबईच्या किनारी. अगं मार्किन कोली हानलन गोली गचल जाऊ बाजारी. हाय कोली सोरील्या डोली मुंबईच्या किनारी. अगं मार्किन कोली हानलन गोली गचल जाऊ बाजारी. भेसावची पारू निसली गो नवा सारा. भेसावची पारू निसली गो नवा सारा. जाऊ चल गो बंदराला ग पारू दर्याचे गेला. जाऊ चल गो बंदराला ग पारू दर्याचे गेला. പതുക്കെ പതുക്കെ ബർത്തലോമിയായുടെ പേരും രോഗശാന്തിവരവും അർമേനിയ മുഴുവനിലും പ്രാന്തപ്രദേശങ്ങളിലും വ്യാപരിച്ചു. ഇത് അറിഞ്ഞ അർമേനിയയുടെ അയൽ രാജ്യത്തെ രാജാവ് എസ്റ്റീറ്റ്സ്, ബർത്തലോമിയോ, ആരാണിവൻ? ഒരു യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നവൻ, രോഗശാന്തി കൊടുക്കുന്നവൻ. അവനെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലണം. അവനെ പിടിച്ചു കെട്ടുവിൻ.
നീയാണോ ബർത്തലോമിയോ? യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നല്ലോ. യേശു മാത്രമാണ് ഏകരക്ഷകൻ, അവൻ പാപമൊക്കെ ക്ഷമിക്കും എന്ന് പറയുന്ന കേട്ടല്ലോ. അല്ല, ഈശോ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നൊക്കെയല്ലേ നീ പറയുന്നത്? എന്നാൽ ഒരു കാര്യം ചെയ്, ഞങ്ങളുടെ പാപത്തിനു വേണ്ടി നീ ഇവിടെ മരിക്കേ. അവന്റെ തൊലി ഉരിഞ്ഞ് തലവെട്ടി കടലിൽ തള്ളൂ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുക എന്നു ഞാൻ ചേർന്നിടുമോ? പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുക എന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, എന്നോ ഞാൻ ചേർന്നിടുമോ? പരസുതനേ, എന്നോ ഞാൻ ചേർന്നിടുമോ? പരസുതനേ, എന്നോ ഞാൻ ചേർന്നിടുമോ? ബർത്തലോമ്യോ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി. അങ്ങനെ കുന്ന് കടലിൽ വലിച്ചെറിഞ്ഞ ബർത്തലോമിയായുടെ ശരീരം അർമേനിയ കടൽ തീരത്ത് അടിഞ്ഞു. ഒരു കാര്യം അറിയാമോ? ഈ വിശുദ്ധനെ കൊന്ന രാജാവ് അന്ന് മുതൽ രോഗബാധിതനായി കിടപ്പിലായി ഒരുപാട് വേദന സഹിച്ച് 30-ാം നാൾ മരിച്ചു. ഓ, എന്ത് ഭയാനകമായിരുന്നു! ഇത്ര വലിയ വിശുദ്ധനായിരുന്നു സെന്റ് ബർത്തലോമിയോ. താങ്ക് യു അങ്കിൾ. വാ, നമുക്ക് വേഗം പള്ളിയിലെത്തണം.